ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ അബി കുഞ്ഞിനെ കൊഞ്ചിക്കണ കണ്ട് ദേഷ്യത്തിൽ നവ്യ പറയുന്നുണ്ട്, അബി നിനക്ക് നാണമില്ലേ ഈ കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട്? എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞല്ലേ നവ്യേ, കുഞ്ഞ്. ആ ആദർശേട്ടനോട് എനിക്കുള്ള ദേഷ്യം ഫുള്ളും ഈ കുഞ്ഞിനോട് ഉണ്ട് എന്ന് പറയാണ്. പോട്ടെ വിട്ടുകള നീ അത് എന്ന് പറയുന്നുണ്ട്. ശേഷം അബി കുഞ്ഞിനെടുക്കുമ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അതെ ആ കുഞ്ഞിനെ തൊട്ട കൈ വെച്ച് നീ എൻ്റെ കുഞ്ഞിനെടുക്കാൻ നിൽക്കണ്ട, കൈ കഴുകിയിട്ട് എടുത്താൽ മതി, എനിക്ക് അത്ര ദേഷ്യമാണ് ആ ചന്തുമോളോട് എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാട്ടോ. അബിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഷോ ആകെ പെട്ടുപോയല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നബിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വേഗം അനഘയുടെ അടുത്തേക്ക് പോവാണ്. അനഘ ബെഡിൽ അതേ കിടപ്പാട്ടോ. ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട് അനഘക്ക്. ആ മാറ്റം അറിയാതെ അബി വേഗം പോകുകയാണ് അനഘയുടെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ ജയിച്ചു എന്ന് വിചാരിക്കണടി, അവസാനം നിൻ്റെ ആഗ്രഹം പോലെ നീ നടത്തിയല്ലോ. ചന്തുമോളെ എൻ്റെ വീട്ടിലത്തെ കുടുംബത്തിനെ കൊണ്ടാക്കിയല്ലോ നീ. അവളിപ്പോൾ മഹാറാണിയായിട്ട് വാഴുകയാണ്, നിനക്കതല്ലേ വേണ്ടിയിരുന്നത്. എടി ചാവാൻ നിന്ന് നീ ചാവാൻ പാടില്ലടി. എന്നിട്ട് ചാവാണ്ട് വീണ്ടും ജനിച്ചിരിക്കാവണം. എടി നിൻ്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കൂടി, എൻ്റെ ജീവിതം തകർത്താലേ എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ അത് നോക്കില്ല, ഞാൻ അവളെ കൊന്നുകളയോടി എന്നൊക്കെ പറയാണ്. അത് കേൾക്കുന്നതും അനഘക്ക് ആകെ ദേഷ്യം വരാണ്. തൻ്റെ മോളെക്കുറിച്ച് സ്വന്തം അച്ഛൻ തന്നെ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ അനഘ കൈയൊക്കെ ഇങ്ങനെ പതുക്കെ അനങ്ങുവാട്ടോ. അത് കണ്ട് അബി ആകെ ഷോക്കാവാണ്. അപ്പോഴേക്കും അവിടെ ഹോം നേഴ്സ് വരുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ഹോം നേഴ്സിന് സന്തോഷമാവാണ് അനഘയുടെ കൈ അനങ്ങുന്നത് കാണുമ്പോൾ. അതേസമയം കിരൺ വിളിച്ചു പറയുന്നുണ്ട്, ആ പ്രോപ്പർട്ടി വേറൊരാളുടെ പ്രോപ്പർട്ടിയാണെന്നോ, അത് മാത്രമല്ല അനാമികക്ക് മൊത്തത്തിൽ 3-4 കാമുകന്മാരുണ്ടെന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കണ ആദർശിന് ദേഷ്യം വരാണ്. നയനെടുത്ത് പറയേണ്ട, ഇത്രയും വൃത്തികെട്ടവളാണല്ലോ അനിയുടെ ജീവിതത്തിലേക്ക് വന്നത്. ഇത് കാര്യങ്ങളും അനി അറിഞ്ഞാലുണ്ടല്ലോ അവളെ വെറുതെ ഈ വീടിൻ്റെ പടിയറിച്ച് പിണ്ടം വെക്കും. എനിക്കറിയാം എന്താ നമ്മൾ ചെയ്യുക. ആകെ കുടി കുടങ്ങിയല്ലോ അനിയും, അത് അനിയുടെ ഭാര്യ അനാമികയും അതുപോലെ തന്നെ അബിയും കാരണം ഈ കുടുംബം കുട്ടിച്ചോറാകുമെന്നൊക്കെ പറയാട്ടോ ആദർശ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവ്യാനി പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് റോഡരികിൽ ഒരു കാഴ്ച കാണാണ്. ഒരു കൂളിംഗ് ബാറിൽ കയറിയിട്ട് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ അനാമികയുടെ ഇപ്പോഴത്തെ കാമുകനൊക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഫ്രണ്ട്സാണെന്ന് സംസാരിച്ച് തോന്നുന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ഒന്നും അല്ല കേട്ടോ, രണ്ടുപേരും കൈയൊക്കെ കോർത്ത് പിടിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്ത് ദേവ്യാനി വിചാരിക്കണം, കാണേണ്ട കാഴ്ച കണ്ണുകൊണ്ട് തന്നെ കണ്ടു. എന്തായാലും ഇവളെ വെറുതെ വെക്കാൻ പാടില്ല, ഇത്രയും വൃത്തികെട്ട പെണ്ണ് ഒരിക്കലും കുടുംബത്തിൽ വെച്ച് വാഴിക്കാൻ പാടില്ല. കുടുംബത്തിൽ ഇതുവരെ ഒരാൾ പോലും കെട്ടിയ പെണ്ണ് ഡിവേഴ്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ അനീനെ മാക്സിമം ഇവൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇനി ഇവളുടെ ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല, അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് നമ്മുടെ ദേവ്യാനി മനസ്സിലുറപ്പിക്കുക കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊമോ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.